വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ ആദ്യത്തെ ചോദ്യം ടെസ്റ്റിൽ കൂടെ സംശയം ടെസ്റ്റ് കൂടെ നിവാരണം കിട്ടി. ഇപ്പോ ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ അതിർത്തി നിശ്ചയിക്കുന്നത് ഒരു മഹലിൽ നിന്ന് മാറി മറ്റൊരു മഹല് ഉണ്ടാവുമ്പോൾ അതിലെ അതിർത്തി നിശ്ചയിക്കുന്നത് പഴയ മഹലിലെ കമ്മിറ്റിക്കാരാണോ അതോ ഇനി പുതിയ മഹല് രൂപീകരിക്കുന്ന അവിടെയുള്ള ആളുകളാണോ എന്ന എന്റെ സംശയം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടും അല്ല എന്നതാവുന്നു ഇതിനുത്തരം. പഴയ മഹലിന്റെ കമ്മിറ്റിക്കാരും അല്ല, പുതിയ മഹലിന്റെ കമ്മിറ്റിക്കാരും അല്ല അതിർത്തി നിശ്ചയിക്കേണ്ടത്. അതിർത്തി നിശ്ചയിക്കേണ്ടത് ഉറുഫാവുന്നു. നാട്ടു നടപ്പ് ഉറുഫ് അനുസരിച്ച് ഒരു നാട് പ്രത്യേകം പേരിൽ അറിയപ്പെടുകയും ആ അറിയപ്പെടുന്ന നാട്ടിന് പ്രത്യേകമായ പേരും നാല് അതിർത്തിയും ഉറുഫിൽ അറിയപ്പെടുകയും ചെയ്യണം. അല്ലാതെ കമ്മിറ്റിക്കാര് തന്നെ ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ ഉണ്ടാകുക. കമ്മിറ്റിക്കാർക്ക് അതിലൊരു സ്വാധീനവുമില്ല. മറിച്ച് നാട്ടിന്റെ ഉറുഫ് ആണ് അതിർത്തി നിശ്ചയിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. വളരെ കഷ്ടപ്പെട്ട് ഉസ്താദ് ദർസ് നടത്തി തന്നു, സന്തോഷമാണ്. ഉസ്താദെ, ഈ നാട്ടില് കുഴപ്പമുണ്ടെങ്കിൽ ജുമുഅ പറ്റും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പല സ്ഥലത്തും ജുമുഅ കുഴപ്പം കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അവർ രാജിയാവുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഉദാഹരണം, ഞങ്ങളുടെ നാട്ടിൽ സംഭവമുണ്ട്. 2 പള്ളിക്കും ജുമാക്ക് വാങ്ങിയ അവസ്ഥയിലാണ് ഉണ്ടായത്. ചെർക്കളയിൽ ഉസ്താദ് കേട്ടിട്ടുണ്ടാകും. പള്ളിയിൽ കുഴപ്പം നടന്നു, പള്ളിയിലെ കൊല നടന്നു, ഖത്തീബിന് പ്രശ്നമുണ്ടാക്കി. അങ്ങനെ മറ്റൊരു ജുമാക്ക് അനുവാദം ചോദിച്ചു, ഖാദിമാർ കൊടുത്തില്ല. അവസാനം സംസ്ഥാനക്കാർ വന്ന് ജുമാ നിർത്തി. അങ്ങനെ അവര് പറഞ്ഞ ന്യായം, ഇവിടെ സഹിയായ ഒരു ജുമാ നടക്കുന്നില്ല, സ്പീക്കറിൽ ഓതിയത് സഹിയല്ല, അതുകൊണ്ട് ബാത്തിലാണ്, അതുകൊണ്ട് സഹിയായ ജുമാ ഇതാകുന്നു, നിങ്ങൾ എപ്പോഴും ഇവിടെ സ്പീക്കർ വെക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ജുമാ നിർത്തി. അങ്ങനെ കുറെ കാലങ്ങൾ അവർ രണ്ട് കൂട്ടരും അവിടുത്തെ വലിയ വലിയ കബീലകൾ കുഴപ്പത്തിൽ തന്നെയായിരുന്നു. ഇപ്പോ അതൊക്കെ രാജിയായി, എല്ലാവരും പോക്കും വരവും തുടങ്ങി. ഇങ്ങനെയാകുമ്പോൾ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത്? ഈ ഒരു ജുമാ നടക്കുന്നത് റോഡിന് എല്ലാവർക്കും സൗകര്യമുള്ള മെയിൻ റോഡിന്റെ കരക്കാണ്, മറ്റത് ദൂരമാണ്. എന്താണ് ഉസ്താദിന്റെ മസ്ലഹത്ത് എന്ന് പറയാം? അസ്സലാമു അലൈക്കും. അല്ല, ഓല് ഇത്തിഖാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇത്തിഖാദിന് മാറ്റം വരുന്നില്ലല്ലോ. അരൂരെ സ്പീക്കർ ഉപയോഗിച്ചാൽ ജുമായും ഖുതുബയും സഹിയാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ആ ഉള്ള ആളുകൾക്ക് സ്പീക്കറിൽ ഖുതുബ ഓതുന്ന സ്ഥലത്ത് വെച്ചുള്ള ജുമാ സഹിയല്ല എന്നാണല്ലോ വിശ്വാസം. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം ആ നാട്ടിൽ സഹിയായ ഒരു ജുമാ നടക്കുന്നില്ലെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് സ്പീക്കർ ഇല്ലാതെ ഷർത്തൊത്ത സഹിയാവുന്ന ഒരു ജുമാ നടത്താൻ അവർക്ക് അനുവാദമുണ്ട്. കുഴപ്പം മാത്രല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു നാട്ടിൽ ഒന്നിലധികം ജുമാ പാടില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? സഹീഹായ ഒന്നിലധികം ജുമാ പാടില്ല എന്നാണ്. സഹീഹായ ഒന്നിലധികം ജുമാ പാടില്ല. അപ്പോ സ്പീക്കറിൽ ഖുതുബ ഓതി നിസ്കരിച്ചാൽ ജുമാ സഹിയാവൂല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം സുന്നികളിലുണ്ട്. ആ വിശ്വാസമുള്ളവർക്ക് ഇപ്പുറത്തൊരു ജുമാ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ജുമാ സ്പീക്കറിലാണ് ഖുത്ബ നിർവഹിക്കുന്നതും നിസ്കരിക്കുന്നതും എന്നതുകൊണ്ട് സഹിയല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഓർക്ക് അവിടെ വേറെ ജുമാ നടത്താന്ന്. അതിനെന്താ കുഴപ്പോ? മറ്റുള്ള കുഴപ്പമാണെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ ഉദാഹരണം, APIക്കും പ്രശ്നമാണ്, അതിലിപ്പോ മസാല പ്രശ്നമൊന്നുമില്ല പറഞ്ഞേക്ക്. അത് ചെറിയ രാഷ്ട്രീയ പ്രശ്നമാണ്, സംഘടനാ പ്രശ്നമൊക്കെ. അതാണ് തീർന്നാല് പിന്നെ 2 പള്ളിക്കൊന്നും ജുമാ നടത്താൻ പറ്റൂല, ഒരു തന്നെ ജുമാ നടത്താൻ പറ്റുള്ളൂ.
അപ്പൊ പിന്നെ എന്താക്ക, ഒരു പള്ളി മുടക്കേണ്ട ഒരാഴ്ച ഈ പള്ളിയിൽ നിന്ന് മുടക്കട്ടെ, ഒരു ആഴ്ച മറ്റേ പള്ളിയിൽ നിന്ന് മുടന്നോട്ടെ, അങ്ങനെയൊക്കെ മസ്ലഹത്താക്കാം. ഒരേ സമയത്ത് രണ്ടെണ്ണം പറ്റൂല. അതേ സമയത്ത് മസ്അല സംബന്ധമായിട്ട് സഹിയാ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞെന്താ പറഞ്ഞേക്ക്, ഒരു മുജാഹിദ് ജുമാ നടക്കുന്നുണ്ട്, ഒരു ജമാഅത്ത് ജുമാ നടക്കുന്നുണ്ട്, ഒരു സുന്നി ജുമാ നടക്കുന്നുണ്ട്. എന്നാലോ നമ്മളെ കാഴ്ചപ്പാടിൽ സഹിയാവുന്ന ഒരു ജുമ തന്നെ നടക്കണുള്ളൂ, മറ്റേ രണ്ട് ജുമായല്ല. അപ്പൊ അവിടെ കുഴപ്പമില്ലല്ലോ. അപ്പൊ മസ്അല സംബന്ധമായ പ്രശ്നമല്ലാതെ ഗ്രൂപ്പ് പ്രശ്നം അല്ലെങ്കിൽ കബീല പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായി തല്ലും കുലുമാലും ഒക്കെ ആയ ഒരു പിന്നീട് സുൽഹായി രാജിയായി എന്നാ പിന്നെ ഒരു ജുമ തന്നെ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇനി രണ്ടു കൂട്ടരും അവിടെ ഒരു ഈഗോ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്ലഹത്താക്കാം. ഏത്, ഒരു ജുമ ഇവിടെ വെച്ച് നടത്തുക, ഒരു ജുമ അവിടെ വെച്ച് നടത്തുക, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഒരു ഈഗോ പ്രശ്നം വരൂലല്ലോ. അങ്ങനെ കുറച്ചു കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം തോന്നും ഇനിയിപ്പോ ഒരുത്തി നടത്തിയാൽ മതി. അങ്ങനെ എല്ലാവരും ഇത്തിഫാക്കാകുകയാണെങ്കിൽ പ്രശ്നം തീരും ചെയ്യുമല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരു ജുമായുടെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 11:30 11:45 സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 11:45 തുടങ്ങി 12 മണിക്കൊക്കെ ജുമാ തീരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ ഇപ്പൊ ഉസ്താദ് മറുപടി പറഞ്ഞതിൽ തന്നെ ഉണ്ടതുകൊണ്ട് അത് ചോദിക്കുന്നില്ല. ഇപ്പൊ ചോദിക്കാനുള്ള റമദാനെ സംബന്ധിച്ചതാണ്. റമദാൻ ഫുത്തൂറിന്റെ സമയത്തിന് നമ്മുടെ അയൽവാസികളായ 2 സ്ത്രീകൾ, ഭാര്യയുടെ കൂട്ടുകാരികളാണ്. അവര് മുസ്ലിം അല്ല, പക്ഷെ അവര് കുറെ നാളായിട്ട് ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ജോലിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിന്ന് കഴിക്കും. അപ്പൊ അവർക്ക് നമ്മുടെ ഫുത്തൂർ സമയത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? ആ സമയത്തല്ലെങ്കിലും അതിന്റെ ബാക്കി വരുന്നതോ അല്ലെങ്കിൽ അത് തിന്നിട്ട് ബാക്കിയുള്ള അത് അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു സംശയം. ഒക്കെ ദുആ-വസിയത്തോടെ അസ്സലാമു അലൈക്കും. നിഫാസ് ഉള്ളപ്പോഴാണ് എനിക്ക് പറ്റും, അല്ലാത്തപ്പോ പറ്റൂല. ആ പെണ്ണുങ്ങൾക്കേ അവര് മുസ്ലിമാണോ അല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾക്ക് പറ്റാത്തതൊന്നും അമുസ്ലിമീങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ പാടില്ല. പകൽ സമയത്ത് നോമ്പ് ഉപേക്ഷിക്കാൻ ഇസ്ലാം അനുവദിച്ച ഹലാലാകുന്ന ഉദ്ർ ഉള്ളവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമായ ആളുകൾക്ക് ഭക്ഷണം കഴിക്കൽ ഹലാലായതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കലും ഹലാലാണ്. എന്നാൽ നോമ്പ് ഉപേക്ഷിക്കാൻ ശറഅ് അനുവദിക്കുന്ന ഉദ്ർ ഇല്ലാത്ത ആളുകൾ, അവര് മുസ്ലിം ആയാലും അല്ലാത്താലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പോ ഒരു ജോലിക്ക് പോവുകയാണ്, ഓർക്ക് ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കെ നല്ലതാണ്. റമദാനിൽ മാത്രം പറ്റൂല. റമദാനിൽ പറ്റും. ഓർക്ക് എന്നാ മെൻസസ് ഉണ്ടാണെന്ന് വെച്ചാൽ ആ ദിവസം ശുദ്ധിയായിട്ട് അന്ന്. കാരണം ഏതായാലും ഇനിയിപ്പോ ഒരു മുസ്ലിം ആയാലും നോൻപൊൽക്കാൻ പറ്റാത്തതാണല്ലോ. അതില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഓരോട് പറയാം, ഈ മാസം ഫുള്ളായിട്ടാണ് പ്രസവിച്ച് കിടന്നോളി, എന്നാ പിന്നെ നമ്മൾ ഭക്ഷണം തരാം, എന്നാ കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഹൈളിപ്പം ഉണ്ടാകുകയാണെങ്കിൽ മേലെ തല ഉണ്ടാക്കിയാലും 15 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറം പറ്റൂലല്ലോ. ചുരുക്കത്തിൽ പാടില്ല. രാത്രി കൊടുക്കുക, അതിന് കുഴപ്പമില്ല. രാത്രി ഇപ്പൊ എന്താ കൊടുക്കണേന്? രാത്രി ഇപ്പൊ ആർക്കും നോൻപില്ലല്ലോ. രാത്രി ഒരു അത്താഴത്തിന് വന്നോട്ടേന്ന് അത്താഴം കൊടുത്ത് ഓര് ഉണ്ടാക്കി അത് നല്ലൊരു തൂക്കപാത്രത്തിലായി കൊണ്ടുപോയി ഓലവിടെ വെച്ച് കാണും. ഓര് പിന്നെ പോയി കഴിക്കും. അതിനിപ്പോ നമ്മൾ എന്താ കാട്ടുന്നത്? നമ്മൾ കൊടുത്തത് ഭക്ഷണം കഴിക്കൽ ഹലാലാവുന്ന സമയത്താണ്. അപ്പൊ ഓര് കഴിക്കാത്തതിനിപ്പോ നമ്മൾ അടിച്ച് കഴിപ്പിക്കാൻ പറ്റുമോ? ഏതായാലും പകൽ സമയത്ത് അത് നമ്മൾ പലപ്പോഴും നാട്ടിലൊക്കെ ചിന്തിക്കേണ്ട വലിയൊരു പ്രശ്നമാണത്. നോമ്പിന്റെ സമയത്ത് അന്യ സമുദായക്കാരായ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം ഇപ്പോഴും പറ്റ നാട്ടിൽ നിന്ന് പോയിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോ അമുസ്ലിങ്ങളായ ആളുകൾ റമദാനിന്റെ പകലിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവർക്ക് നോമ്പ് നോറ്റ ഉമ്മമാര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുന്ന ദുര്യോഗം പലയിടത്തുമുണ്ട്. അത് അനുവദനീയമല്ല. ഒരു പക്ഷേ അവര് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഓല പാട്ടിന് കഴിച്ചോട്ടെ, അതിനോടുള്ള പൈസ കൊടുത്തോളി, ജോലി ഒരു എടുക്കാനല്ലാതെ ഒരു മുൻപൊൽക്കണം എന്ന് പറയാൻ നമുക്ക് ഒപ്പില്ലല്ലോ. നമ്മള് എന്താക്കാൻ പാടില്ല. നമുക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിലും
അല്ലാതെ നമ്മോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ഒന്നും നോമ്പിന്റെ പകലിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അത് രാത്രി ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും പകൽ സമയത്ത് കൊടുക്കാൻ പാടുള്ളതല്ല. അത് പകൽ കൊടുക്കുന്ന കാര്യമല്ല. ഭക്ഷണം നമ്മൾ ഫുത്തൂറിന് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു ഇബാദത്താണ്. അപ്പൊ അത് ഫുത്തൂർ മറ്റ് മുസ്ലിമുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് അതിനെപ്പറ്റി അത് അനുബന്ധിച്ചുള്ള സംശയമാണ്. അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം അതിൽ നിന്ന് ബാക്കിയാവുന്നത് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. രാത്രി തന്നെ, പകലവർ കഴിക്കില്ല. രാത്രി പകലൊക്കെ അവര് നമ്മളെപ്പോലെ നോമ്പ് പോലെ നിൽക്കുകയും ചെയ്യും. നമ്മള് പകല് വെള്ളമൊക്കെ എന്തെങ്കിലും കഴിക്കുമെങ്കിലും ഭക്ഷണമൊന്നും കഴിക്കൂല. രാത്രി നമ്മളോട് ആണ് കഴിക്കല്. അപ്പോ അങ്ങനെ ഈ ഉണ്ടാക്കുന്ന നമ്മളെ ഫുത്തൂറിന് വേണ്ടി ഉണ്ടാക്കുന്ന ആ അമലിൽ പെട്ട ഭക്ഷണം അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു സംശയം. നോമ്പുകാരെ നോമ്പ് ഉറപ്പിക്കാൻ ഉപയോഗിക്കാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും നോമ്പുകാരെ നോമ്പ് തുറപ്പിച്ചത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവരെ നോമ്പ് ഉറപ്പിക്കാൻ വിളിക്കണ്ട എന്നുള്ളത് വേറെ വിഷയം. അതേ സമയത്ത് നോമ്പ് തുറക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഭക്ഷണം നോമ്പുകാർക്ക് കൊടുത്തു, പിന്നീട് മിച്ചം വരുന്ന ഭക്ഷണമാണ്, അതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേർച്ചയൊന്നും അല്ലല്ലോ ഇത്. നേർച്ചയാക്കിയാണെങ്കിൽ പാടില്ല. നേർച്ചയല്ലാതെ ഒരു പുണ്യപ്പെട്ട നോമ്പുള്ള ആളുകൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തയ്യാർ ചെയ്ത ഭക്ഷണമാണ്. അങ്ങനെ നോമ്പുകാര് ഭക്ഷിച്ചു, കൂടുതൽ വന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ രാത്രി സമയത്ത് ഏതായാലും ആർക്കും നോമ്പില്ലല്ലോ, അവർ കഴിച്ചോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നോമ്പ് തുറക്കാൻ പോലെ വിളിച്ചുകൊണ്ട് നോമ്പ് തുറ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് രണ്ടും വേറിച്ച് തന്നെ മനസ്സിലാക്കണം. നോമ്പ് തുറക്കാരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന കൂട്ടത്തിൽ നോമ്പില്ലാത്ത മുസ്ലിംകളെയോ നോമ്പില്ലാത്ത അമുസ്ലിംകളെയോ വിളിച്ച് നോമ്പ് തുറയിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. അതൊരു വേറെ വിഷയം. കാരണം ഒരു പുണ്യപ്പെട്ട ഒരു ഇബാദത്താണ്. അതേ സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഭക്ഷണം നോമ്പ് തുറക്കാരുടെ ഉപയോഗത്തിന് ഉപരി ബാക്കി വരുന്ന ഭക്ഷണം നോമ്പില്ലാത്ത ഇങ്ങനെയുള്ള മുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞാനൊരു ഇപ്പോൾ പുതിയ ഫത്വയിൽമിന്റെ ഇബാറത്ത് പേസ്റ്റ് ചെയ്യാം ഉസ്താദെ. അത് ഞാൻ കൈ വെക്കുമ്പോൾ തങ്ങള് റൈസ് ഹാൻഡ് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഞാൻ മൈക്ക് വിട്ടതാണ്. എൻ്റെ കയ്യിലായിരുന്നു മൈക്ക്. പൊന്നൂർ ക്ഷമിക്കുക. വലൂ തഅദ്ദദത് മവാളിഉൻ മുതഖാരിബത്തുൻ വതമയ്യദ കുല്ലും ബിസ്മിൻ ഫകുല്ലിൻ ഹുക്മുഹു قال شيخنا إنما يتجه ذلك إن عد كل مع ذلك قرية مستقلة عرفا എന്ന് പറയുന്നുണ്ട് ഉസ്താദ്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഞാനൊരു പ്രസിഡന്റായ ഒരു മഹലിൽ പ്രശ്നമുണ്ട് ഉസ്താദ് നിലനിൽക്കുന്നത്. അതായത് അവിടെ നിസ്കാര പള്ളിയുണ്ട്. ആ നിസ്കാര പള്ളിയിൽ എല്ലാവരും സഹകരിക്കുന്നില്ല. ഒരു ജുമാ പള്ളി നിർമ്മിക്കണം. അപ്പോൾ അവർ പറയുന്നത് താൽക്കാലികമായി ഇവിടെ ഈ നിസ്കാര പള്ളിയിൽ ജുമാ നിർത്താം, പക്ഷേ ഇവിടെ ആ പള്ളി പൂർത്തിയായി കഴിഞ്ഞാൽ അവിടത്തേക്ക് മാറാം എന്നാണ്. പക്ഷെ ഈ നാട്ടിൽ ഉസ്താദെ ഈ പേരിനൊരു വ്യത്യാസമുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് എരിഞ്ഞിപ്പുഴ എന്നാണ്. അതേ നാട്ടിൽ തന്നെ ചെറിയൊരു പേരിൽ കാലിപ്പള്ളം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കാലിപ്പള്ളം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ നിസ്കാരപ്പള്ളി ഉള്ളത്. അവിടെ ജുമാ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് എരിഞ്ഞിപ്പുഴ എന്ന സ്ഥലത്ത് പള്ളി പൂർത്തിയായി കഴിഞ്ഞാൽ ജുമാ അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ ഉസ്താദെ? ഇത് ദൂരമല്ല, ദൂരത്തിന് അറിയുന്നവർ പൊതുവെ എരിഞ്ഞിപ്പുഴ എന്ന് പറയാം. പക്ഷെ ഈ നാട്ടിൽ തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കാലിപ്പള്ളവും എരിഞ്ഞിപ്പുഴയും. അതുകൊണ്ട് കാലിപ്പള്ളത്തിൽ ജുമാ സ്ഥാപിച്ചാൽ പിന്നീട് പൂർത്തിയായി കഴിഞ്ഞാൽ അത് എരിഞ്ഞിപ്പുഴ പള്ളിയിലേക്ക് മാറ്റാൻ പറ്റുമോ ഉസ്താദെ? ഇത് അടുത്തടുത്ത ഇതാണ്. അതുകൊണ്ട് ഖാല ശൈഖുന ഇന്നമാ യത്തജു ദാലിക ഉദ്ദ കുല്ലുമായ ദാലിക ഖറിയത്തുൻ മുസ്തഖലത്തുൻ ഉർഫ എന്നത് എങ്ങനെ ഉസ്താദ് ഇവിടെ പരിഗണിക്കേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. അതായത് പേരുണ്ടായാൽ മാത്രം പോരാ, ഈ പേരുള്ളതോടുകൂടി
ഈ ഒരു പേരിൽ അറിയപ്പെടുന്ന സ്ഥലം അത് ഇന്നത് മുതൽ ഇന്ന വരെയാണ് എന്നും മറ്റേ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഇന്നത് മുതൽ ഇന്നത് വരെയാണെന്നും ഉറുഫിൽ വേർതിരിയുന്നുണ്ടെങ്കിൽ രണ്ടിനും രണ്ടിൻ്റെതായ ഹുക്കുമ് തന്നെയാണ്. അപ്പൊ അതാണ് അവിടെ പ്രശ്നം. അതായത് ഇപ്പൊ നിലവിലുള്ള നിസ്കാരപ്പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് പ്രത്യേക പേരുണ്ട്. ആ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം നിശ്ചിതമായ അതിർത്തിക്കാണ് ആ പേര്. ആ അതിർത്തി കഴിഞ്ഞാൽ ആ പേര് വരില്ല. മറ്റേ പേര് പറയുന്ന സ്ഥലം അതിന്റെ ഒരു അതിർത്തി ഉണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്തിനെ അത് പറയുള്ളൂ. എങ്ങനെ കൃത്യമായ ഒരു അതിർത്തി വേർതിരിഞ്ഞുകൊണ്ട് രണ്ടിനും രണ്ട് പേരുണ്ടാവുകയും അത് ഓരോന്നും സ്വന്തം കറിയയായിട്ട് ഉറുഫ് കണക്കാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്ത് പറയാ രണ്ടും വേറെ വേറെ ജുമയായി വരിക. അതേ സമയത്ത് ഈ ഒരു പ്രദേശം 4 അതിർത്തി കൊണ്ട് അറിയപ്പെടുന്ന പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഒരു കറിയയുടെ ഉള്ളിൽപ്പെട്ട ഒരു സ്ഥലത്തിന് പ്രത്യേകം ഒരു പേരുണ്ട്. അത് വേറെ സ്വന്തം ഒരു കറിയായിട്ട് ഉറുഫിൽ അറിയപ്പെടുന്നില്ല. എന്നാൽ ഇതിന്റെ ഏത് ഭാഗത്ത് ജുമായിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ അത് ഇങ്ങനെ ചിന്തിക്കേണ്ടത്. നിങ്ങളിപ്പോ ആ 2 പേര് പറഞ്ഞ സ്ഥലം ഒരു പേരിൽ ആ നാട് മൊത്തം അറിയപ്പെടുകയും അതിന്റെ ഉള്ളിൽപ്പെട്ട ഒരു സ്ഥലത്തിന് പ്രത്യേകിച്ച് ഒരു പേരുണ്ട് എങ്കിൽ പോലും അത് വേറൊരു സ്വന്തം പ്രദേശമായി എണ്ണപ്പെടുന്നില്ല. നേരത്തെ പേര് പറഞ്ഞ നാട്ടിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലം ആണ് എങ്കിൽ അത് സ്വന്തം ഒരു കറിയായിട്ട് കൂട്ടാൻ കഴിയില്ല. അപ്പൊ നാട്ടിൽ അതിർത്തിയും പേരുള്ളതോടു കൂടി ഒരു മുസ്തഖിലായ കറിയായിട്ട് ഉറുഫ് കണക്കാക്കുന്നുണ്ടെങ്കിൽ രണ്ടും വേറെ വേറെ ഹുക്കുമ് വരുള്ളൂ. അത് ഇല്ല. പറഞ്ഞേക്കന്നെ ഒരു പേരിൽ അറിയപ്പെടുന്ന നാട്ടിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക പേരുള്ള ഒരു ചെറിയ സ്ഥലം ഉണ്ട് എന്നല്ലാതെ അത് സ്വന്തം കറിയായിട്ട് എണ്ണപ്പെടുന്നില്ലെങ്കിൽ അത് ഒരുത്തിൽ ജുമ തുടങ്ങിയാൽ അത് പുറത്തേക്ക് മാറ്റുന്നതിനോ പുറത്തത്തെ അങ്ങോട്ട് മാറ്റുന്നതിനോ കുഴപ്പമില്ല. ആ മഹല്ലത്തിൽ പെട്ട സ്ഥലത്താവണം എന്നുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ള ഇവിടുന്ന് ഒരു സ്ത്രീ ചോദിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അവർക്ക് അവരെ ഗർഭ സമയത്ത് നോമ്പ് നഷ്ടപ്പെട്ടിരുന്നു. 30 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുദ്ദ എങ്ങനെയാണ് വീട്ടേണ്ടതും കുറച്ച് വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചാക്കോളം അരി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നും അതുപോലെ നോമ്പ് മുഴുവനായിട്ട് നോറ്റ് വീടിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ നോമ്പ് കഴിയുമ്പോൾക്ക് അത് വീട്ടാൻ കഴിയുകയില്ല. അപ്പം 3 വർഷം കഴിയുകയും ചെയ്തു. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ വീട്ടേണ്ടതെന്നുള്ള അറിയാൻ പറ്റുമോ? മൈക്കിൾ വിളിച്ചു. സംസാരത്തിന്റെ ശബ്ദത്തിലേറെ എന്തോ ഒരു വിമാനം പോകുന്ന ഒച്ചയാണ് തോനെ കേൾക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില കരിമത്തുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുള്ളൂ. എന്തോ ഒന്നൊരു ഒച്ചുള്ള സാധനങ്ങൾ അടുത്ത് വല്ലാതെ ഉണ്ട്. അതിന്റെ ഒച്ചയാണ് കൂടുതൽ മുഴങ്ങി കേൾക്കുന്നത്. നിങ്ങളെ ശബ്ദം വളരെ കുറഞ്ഞ നിരക്കേ കേട്ടിട്ടുള്ളൂ. എന്തോ ഒരു നോമ്പ് നഷ്ടപ്പെട്ട സ്ത്രീയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായി എന്നല്ലാതെ കൃത്യമായി ശബ്ദം വ്യക്തമാവുന്നില്ല. ഒരു മൂളക്കം, ആ മൂളക്കമാണ് ശബ്ദം കൂടുതൽ കേൾക്കുന്നത്. ഗർഭം കാരണം നോമ്പ് നഷ്ടപ്പെട്ട ആള് എന്നാണ് മൊത്തം മനസ്സിലാകുന്നത്. ആ തിരിഞ്ഞു കേട്ടിട്ടില്ല അതെനിക്ക് ചിരി പറഞ്ഞു. അതെനിക്ക് ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷെ ആ സൂലുള്ള ഒച്ചയാണ് ഏറെ ഉള്ളത്. അത് ഒഴിവാക്കിക്കാണ്ടൊന്ന് വ്യക്തമായി ചോദിച്ചാൽ കൃത്യമായി ചോദ്യം കേൾക്കാതെ. അതുപോലെ തന്നെ ഗർഭം കാരണം നോമ്പ് ഉപേക്ഷിച്ചു എന്ന് പറയുമ്പം എന്തേനി കാരണം എന്ന് മനസ്സിലാണ്. ഈ സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നം പരിഗണിച്ചുകൊണ്ടാണോ ഗർഭസ്ഥ ശിശുവിന്റെ പ്രശ്നം പരിഗണിച്ചുകൊണ്ടാണോ നോമ്പ് ഉപേക്ഷിച്ചത് എന്നുകൂടി അറിഞ്ഞെങ്കിലേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനും കഴിയുള്ളൂ. ഹലോ, ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. സോ ഇവിടെ ഒരു സ്ത്രീ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് റമദാനിൽ ഗർഭസമയം ആയതുകൊണ്ട് 2 പ്രാവശ്യം നോമ്പ് നഷ്ടപ്പെട്ടു, 2 മാസത്തെ നോമ്പ്. അപ്പോൾ അതിൽ മുദ്ദ്, ഒരു ചാക്കോളം മുദ്ദ്
കൊടുത്ത് വീട്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നം കാരണം ഒരു മാസത്തെ നോമ്പ് അങ്ങനെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒന്ന് കുട്ടിയുടെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയുടെ ആരോഗ്യത്തിന് പ്രശ്നമായിരുന്നു. അപ്പോൾ അതിലുള്ള മുദ്ദ എങ്ങനെയാണ് വീട്ടേണ്ടതും അതുപോലെ എത്രയാണ് മുദ്ദ് കൊടുക്കേണ്ടതെന്നുള്ള കണക്കൊന്ന് കുറച്ച് കൊടുത്ത് വീട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നോമ്പ് കഴിയുമ്പോഴേക്ക് ആ മുദ്ദിന് വീണ്ടും കൊടുക്കണം, അല്ലെ കൊടുത്ത മുദ്ദ് പരിഹരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കണക്കറിയാൻ വേണ്ടിയിട്ട്. ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. രണ്ട് പ്രാവശ്യത്തെ നോമ്പ് നഷ്ടപ്പെട്ടതാണ്. ഒരു പ്രാവശ്യത്തെ നോമ്പ് ആ സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നം കാരണം ആണ് നഷ്ടപ്പെട്ടത്. അത് അടുത്ത കൊല്ലത്തെ റമദാൻ ആവുന്നതിന് മുമ്പ് നോറ്റ് വീട്ടിയിരുന്നു എങ്കിൽ നോമ്പ് നോറ്റാ മാത്രം മതി, അതിന് മുദ്ദ് വേണ്ടതില്ല. അതിന് നോമ്പ് ഒഴിവായതിന് മുദ്ദ് കൊടുക്കേണ്ടതില്ല, കളാ വീട്ടിയാൽ മതി. ഇത് അടുത്ത റമദാനിന്റെ മുമ്പ് ആണെങ്കിൽ. അതേ സമയത്ത് കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ അക്കൊല്ലം തന്നെ നോമ്പ് നോറ്റ് വീട്ടിയാലും ഒരു ദിവസത്തിനൊരു മുദ്ദ് കൊടുക്കണം. ഇനി ഇങ്ങനെ നിർബന്ധമായ നോമ്പ് അടുത്ത റമദാൻ ആകുന്നതിന് മുമ്പ് വീട്ടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആരോഗ്യപരമായ കാരണം കൊണ്ട് കഴിഞ്ഞില്ല എന്നാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് മുദ്ദ് കൂടൂല. അതല്ല ഉത്സാഹക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഞഞ്ഞം മിഞ്ഞം ന്യായ പറഞ്ഞുകൊണ്ട് നോൽക്കാതെന്നതാണെങ്കിൽ ഓരോ കൊല്ലത്തിനും ഒരു ദിവസത്തിനും 1 എന്ന വീതം മുദ്ദ് വർദ്ധിക്കും. അപ്പൊ ഒരു കൊല്ലം ബിന്ദിച്ചാൽ ഒരു ദിവസത്തിനൊരു മുദ്ദ്, 2 കൊല്ലം ബിന്ദിച്ചാൽ 2 ദിവസത്തിന് 2 മുദ്ദ്. ഇങ്ങനെ മുദ്ദുകളുടെ എണ്ണം ഏറും. എത്ര കൊല്ലം ബിന്ദിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ ദിവസത്തിനും മുദ്ദുകൾ എണ്ണം ഏറും. ഒന്നുമില്ലാതെ ഇക്കൊല്ലത്തെ നോമ്പ് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉപേക്ഷിക്കുകയും അടുത്ത കൊല്ലത്തെ റമദാൻ ആകുന്നതിന് മുമ്പ് അത് നോറ്റ് വീട്ടുകയും ചെയ്താൽ മുദ്ദൊന്നും വേണ്ട. അതേ സമയത്ത് കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം പരിഗണിച്ചുകൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത കൊല്ലത്തെ റമദാനിന്റെ മുമ്പ് തന്നെ നോറ്റ് വീട്ടിയാലും ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം കൊടുക്കേണ്ടതുണ്ട്. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ ശബ്ദം? ഉസ്താദ്, ഇത് വിഷയത്തിൽപ്പെട്ട ചോദ്യമല്ല, സഹോദരന് റേഡിയോ ശ്രോതാവ് ചോദിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിന് മൂത്രിക്കുമ്പോൾ മൂത്രിനാളിന്റെ ഉള്ളിലേക്ക് വസ്തു ചേർന്നാൽ നോമ്പ് മുറിയുമെന്ന ചോദ്യം. കാരണം അങ്ങനെ ചോദിക്കാൻ കാരണം, മൂത്രം ഒഴിച്ച് അല്പസമയം മൂത്രം അല്പാൽപ്പം വരും. അത് നിൽക്കാൻ ടിഷ്യൂ പേപ്പർ ചുരുട്ടി ഒന്ന് അതിൻ്റെ അകത്ത് തുടക്കും. എന്നാൽ ആ മൂത്രം വരവ് നിൽക്കും. അത് നോമ്പിനെ മുറിക്കുമോ എന്നാണ് സംശയം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ അത്? ഓരോരുത്തർക്കും ഓരോ സുഖം. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ രോഗവും മാറ്റി ആഫിയത്തും ശിഫയും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. പുരുഷന്റെ മുൻദ്വാരം എന്ന് പറഞ്ഞാൽ ലിംഗല്ലേ, അതിന്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പർ കടത്തി തുടക്കച്ചാ പോരാൻ മാത്രമുള്ള സ്ഥലത്തുള്ളത്, അല്ലാതെ ഒന്ന് പിടിച്ചൊന്ന് കുടഞ്ഞാൽ തന്നെ പോരൂല ചങ്ങായിമാരെ. എന്താ ഞാൻ മുഴുവൻ പറഞ്ഞാൽ ഇത് കേട്ടിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഐറ്റങ്ങൾക്ക് ഇടങ്ങാറാവുന്നുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ കുറച്ച് ചിലത് പറയാണ്ടായി. സ്ത്രീകളെ പോലെ ഇത്ര മുൻദ്വാരത്തിന് ദ്വാരം ഉണ്ടാവുമോ പുരുഷന്മാർക്ക്? മൂത്രം കിനിഞ്ഞു വരാതിരിക്കാൻ വേണ്ടി പിന്ദ്വാരം മുതൽ ലിംഗശിരസ് വരെ വിരല് കൊണ്ട് തടകി പതുക്കെ ലിംഗം കുടഞ്ഞ് ഇസ്തിബറ ചെയ്തിട്ടാണ് മനാരം ചെയ്യേണ്ടത്.
അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ കയറ്റുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിയാടില്ല. എന്താ പടച്ചോനെ ഇതൊക്കെ? ഉണ്ടേക്കും മനുഷ്യന്മാര് പലരും പല ജാതിയല്ലേ. ഇനി പെണ്ണുങ്ങളെയൊക്കെ ഉള്ള ഉണ്ട് കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും ആണുങ്ങൾക്ക് എനിക്കറിയില്ല. അല്ല കീച്ചിരി ചോദിച്ച എനക്കും തിരിയില്ല. ഇപ്പൊ കീച്ചിരിക്കാരനല്ലേ, അങ്ങനെ ഉണ്ടാവോ ആണുങ്ങൾക്ക്? എനിക്കറിയില്ല. ആണുങ്ങൾക്ക് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇന്ത്യ അല്ലാതെ വേറുള്ളതും അങ്ങനെ കാണാൻ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ തന്നെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ എന്റെ ധാരണ. അതിനുള്ള ഇസ്തിബ്ര ചെയ്യാനുള്ള മാർഗം അതിന്റെ ഉള്ളിക്ക് പേപ്പറോ അല്ലെങ്കിൽ വല്ല കുണ്ടമ്പടിയോ കയറ്റലല്ല, മറിച്ച് പിന്ദ്വാരം മുതൽക്ക് ലിംഗത്തിന്റെ ശിരസ് വരെയുള്ള ഭാഗം തടകി പതുക്കെ ഒന്ന് കൊടയാണ് വേണ്ടത്. അല്ലാതെ അതിന്റെ ഉള്ളിക്ക് ഒന്നും കുത്തി കയറ്റണ്ട. കുത്തി കയറ്റിയാൽ നോമ്പ് മുറി. ആ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസി. വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. യാത്രയില് ജമ്മാക്കി നിസ്കരിച്ചു. 132 കിലോമീറ്ററുള്ള യാത്ര തന്നെയാണ്. അതിൽ ളുഹർ നിസ്കരിച്ചപ്പോ അതോടുകൂടെ അസറിനെയും കൂട്ടി നിസ്കരിച്ചു. അങ്ങനെ യാത്ര തുടർന്ന് വീട്ടിലെത്തി. എത്തിയ ശേഷമാണ് അസറിന്റെ ബാങ്ക് കൊടുത്തത്. എന്നാൽ ഇനി ആ അസർ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുഴപ്പമില്ല, രണ്ടാമത് അസർ നിസ്കരിക്കേണ്ടതില്ല. നിബന്ധനയൊത്ത 132 കിലോമീറ്റർ ദൂരം വരുന്ന ഹലാലായ യാത്ര ചെയ്ത് ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ളുഹറിലേക്ക് അസറിനെ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിച്ചു കഴിഞ്ഞല്ലോ. ആ നിസ്കാരം സഹിയായി. ഇനി നാട്ടിലെത്തി, അസർ വാങ്ങ് കൊടുത്തിട്ടില്ല, അതിന് മുമ്പ് നാട്ടിലെത്തി. എന്നാൽ നാട്ടിലെത്തിയതിന് ശേഷം രണ്ടാമത് അസർ വാങ്ങ് കൊടുത്താൽ ആ അസർ പിന്നെ നിസ്കരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ജമ്മാക്കി നിസ്കരിച്ച് യാത്ര കഴിയുന്നതിന് മുമ്പ് നിസ്കരിച്ച് സഹിയായി കഴിഞ്ഞ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടത് യാതൊരു ആവശ്യവുമില്ല. യാത്ര നിസ്കരിച്ചത് കൊണ്ട് തന്നെ ഫർദ് വീടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ചോദ്യം ഉസ്താദ് നേരത്തെ ക്ലാസ് എടുത്ത ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ജുമുഅ എന്ന് പറയുന്നത് 3 കാരണങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ 2 സ്ഥലങ്ങളിൽ നടത്താം. ഈ 2 സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലം തന്നെ പറ്റുമോ? ഒരു സ്ഥലത്ത് രണ്ടാമത്തെ ട്രിപ്പ് അടിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് പള്ളിയെടുക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് നേരിടുന്ന കാരണത്താൽ ഇപ്പോൾ അധികം താമസിയാതെ ഇപ്പോൾ ഗൾഫിലും മറ്റ് അമേരിക്കയിലും അവിടെയും ഇവിടെയൊക്കെ മലേഷ്യയിലൊക്കെ ഈ വിഷയം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ രണ്ടാമത്തെ ട്രിപ്പ്, ഇപ്പോൾ 1 മണിക്കൂർ ആണെങ്കിൽ 3 മണിക്ക് രണ്ടാമത്തെ ട്രിപ്പ്, അല്ലെങ്കിൽ 2 മണിക്ക് രണ്ടാമത്തെ, അത്തരം രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനോട് എങ്ങനെയാണ് നമ്മളെ ഫിഖ് ശരീഅത്ത് അതിനെ നേരിടുന്നത് എന്നതിനെ കുറിച്ചാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊരു പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. ഒരു സ്ഥലത്ത് വെച്ച് ഒരു ജുമുഅ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ജുമുഅയിൽ പങ്കെടുക്കാൻ സാങ്കേതികമായ അസൗകര്യമുള്ള ആളുകൾക്ക് അവിടെ വെച്ച് രണ്ടാമതൊരു ജുമുഅ നടത്താമോ? ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയില്ല. അറിയില്ലാന്നറിയലാണല്ലോ എളുപ്പം. ഇടങ്ങാറാകാൻ നിൽക്കാതെ, എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. അതിനെപ്പറ്റി പഠിക്കേണ്ടതാണ്. അതിനെപ്പറ്റി ചിന്തിക്കട്ടെ. ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇപ്പൊ ഉള്ള ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അതൊക്കെ നോക്കാൻ എളുപ്പമുണ്ടായിരുന്നു. കിതാബുകള് ഇപ്പോ കയ്യിലില്ല. കിതാബൊക്കെ നാട്ടിൽ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ കെട്ടി കാർഗോക്കാരും ഒക്കെ ഏർപ്പാട് ചെയ്ത് ആകപ്പന്റെ കയ്യിലുള്ളത് ഒരു യാനത്തും ഒരു തെർഷ്യവും മാത്രമാണ് ഫിഖിന്റെ കിതാബായിട്ട് എന്റെ കയ്യിൽ ഇപ്പോൾ. പിന്നെ നമ്മുടെ ദർസ് പോണ വരെ മുടക്കണ്ട എന്നുള്ളവർക്ക് അത് ആ പെട്ടിയിൽ വെക്കാതിരുന്ന പോകുമ്പോ കയ്യിൽ വെക്കാനല്ലേ ഉള്ളൂ എന്നുള്ളവർക്ക്.
അല്ലാതെ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ആ ചേളാരി സമസ്തക്കാരും പിന്നെ സംസ്ഥാനക്കാരും ഈ വിഷയത്തിൽ തർക്കമുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ആട്ടെ, ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല, പഠിക്കട്ടെ. രണ്ടു കൂട്ടരും എന്താ പറയുന്നത്, അവരെ ന്യായം പഠിക്കാം. കിതാബിൽ ഇമാമിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് നമുക്ക് സ്വന്തം നോക്കും ചെയ്യാറോ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആസക്തി ഉണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ടല്ലാതെ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ള നിലക്കല്ല. നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് ആധികാരികമായിരിക്കണമല്ലോ പറയുന്നത്. അതിന് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ കിതാബുകൾ കൈവശമുണ്ടായിട്ട് അത് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളൊരു വിഷയം പറയാൻ. അപ്പൊ അതിപ്പോ ഇവിടെ തൽക്കാലം എൻ്റെ കയ്യിൽ കിതാബൊക്കെ ഇവിടെ കെട്ടിവെച്ച് ഞാനിപ്പോ ആകെ എനിക്ക് ബേജാറുള്ള ഒറ്റ വിഷയം അതേനി, എങ്ങനെയാ റബ്ബെ അതൊക്കെ നാട്ടിലെത്തി കിട്ടുക. കാർഗോക്കാർക്കൊക്കെ ഇപ്പൊ എന്തോ ഇപ്പൊ ചെറിയൊരു നിയന്ത്രണമുണ്ട്. കാർഗോയിൽ ഈ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ അയക്കുന്നതിന് ചെറിയ പ്രയാസങ്ങൾ ഉണ്ട്. അപ്പൊ ഏതായാലും ഒരു പ്രമുഖനായ വ്യക്തി നമ്മളെ OIC-യോ ഈ കോൺഗ്രസ്സുകാരെ ഇവിടുത്തെ ഗൾഫിലൊരു സംഘടന ഉണ്ടല്ലോ, അതിന്റെ ഇവിടുത്തെ ഒരു സജീവ പ്രവർത്തകനായ ഈ കാർഗോ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ഒരു നല്ല സുഹൃത്താണ്. അദ്ദേഹം കാർഗോ രംഗത്ത് നല്ല പിടിപാടുള്ള യോഗ്യനായ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, സീ കാർഗോ ഒന്നും ആക്കണ്ട, അല്ലാത്ത നിലക്ക് തന്നെ മറ്റേ എയർ കാർഗോ ആയിട്ട് തന്നെ ഞാന് സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരാം എന്ന്. നമ്മൾ വ്യക്തിപരമായിട്ട് അടുപ്പുള്ള നല്ലൊരു മനുഷ്യനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്തു കൊടുക്കട്ടെ. അതിനുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ അല്ലാഹു തആല അർഹമായ പ്രതിഫലവും അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. ബിസിനസ് രംഗത്തൊക്കെ അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ. അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുപരിപാടിയിൽ അടുത്ത് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്വകാര്യ ദുഃഖം പറഞ്ഞു നിങ്ങൾ ബേജാറാണ്ട, ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പൊ കിതാബൊക്കെ കെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിശദമായി ഇറങ്ങിച്ചെന്ന് ചർച്ച ചെയ്യാൻ അത്തരം വിഷയങ്ങളിൽ ചെറിയ പരിമിതി എനിക്ക് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഒരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. കിതാബൊക്കെ ഉള്ളടത്ത് എത്തിയിട്ട് എന്താ പറയാ, ഇപ്പൊ വെറും യാനത്തും ദർശയവും വെച്ച് മാത്രം ഇത്തരം ഉലമാക്കൾക്കിടയിൽ ചർച്ച നടക്കുന്ന ഒരു വിഷയത്തിൽ കയറി നമ്മൾ അഡ് ചെയ്യാൻ പാടില്ല. നമ്മളെ പരിമിതി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഒരിക്കൽ അതിനെപ്പറ്റി പഠിച്ചു പറയാ എന്ന് ഉണർത്തി ഇപ്പൊ തൽക്കാലം മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദ്, ഒരു ചെറിയ സംശയം. ജുമാക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഒരാൾക്ക്, അല്ലെങ്കിൽ മനഃപൂർവ്വമോ അല്ലാതെയോ ജുമാക്ക് എത്താൻ കഴിഞ്ഞില്ല. ഈ വ്യക്തിക്ക് ജുമാഅത്ത് പിരിയുന്നതിന് മുമ്പ് ളുഹ്ർ നിസ്കരിക്കാൻ പറ്റുമോ? ഇതാണ് എന്റെ സംശയം. പിന്നെ ഉസ്താദ് എവിടെ UAE-യിലാണോ ഉള്ളത് ഒന്ന് അറിയിച്ചാൽ തെറ്റില്ല പ്ലീസ്. ജുമാ നിർബന്ധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജുമാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ളുഹ്ർ നിസ്കരിക്കാൻ പാടില്ല. അഥവാ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമേ ജുമാക്ക് പോകാത്ത ജുമാ ഫർളുള്ള ആള് നിസ്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ സ്ത്രീകളെ പോലെ അല്ലെങ്കിൽ പള്ളിക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത രോഗികളെ പോലെ ഉള്ള ആളുകൾക്ക് അതിനു മുമ്പ് തന്നെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. എങ്കിലും രോഗം മാറാൻ സാധ്യതയുണ്ട് തുടങ്ങിയ ഉദർ നീങ്ങാൻ സാധ്യതയുള്ളവർക്ക് ജുമാ കഴിയുന്നതിനെ പിന്തിക്കൽ നല്ലതാണ്. ഉദർ ഇല്ലാത്തവരെന്തായാലും ജുമാ കഴിഞ്ഞതിന് ശേഷമേ ളുഹ്ർ നിസ്കരിക്കാൻ പാടുള്ളൂ. ഞാൻ UAE-യിലല്ല ഉള്ളത്, സൗദി അറേബ്യയുടെ തുറമുഖ പട്ടണമാവുന്ന ജിദ്ദയിലാണ് ഇപ്പോഴുള്ളത്. ഇൻഷാ അല്ലാഹ് 16-ാം തീയതി ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ്. എക്സിറ്റിൽ കുറെ കാലമായി, ഇനിയൊന്ന് മതിയാക്കി നാട്ടിൽ കുറച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് തരികയാണെങ്കിൽ തരക്കടില്ല എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആയിസ് അള്ളാന്റെ കയ്യിലാണ്. ഏതായാലും ഇവിടെ നിന്ന് എക്സിറ്റ് ഒക്കെ അടിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരുങ്ങി കാത്തു നിൽക്കുകയാണ്. അല്ലാഹു തആല
തൗഫീഖ് ചെയ്താൽ നാട്ടിൽ നിന്നായാലും ഇൻഷാ അല്ലാഹ് STV കുടുംബത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഇന്നത്തെ വിഷയമായി സംബന്ധിച്ച കാര്യമല്ല, ഒരു സഹോദരിക്ക് വേണ്ടിയിട്ടാണ്, അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചോദിച്ചത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ശുദ്ധി ആയതിന് ശേഷം ഒരു 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോ 10 ദിവസം ആയപ്പോഴേക്കും രണ്ടാമത് രക്തം കണ്ടാൽ അത് ഹൈദിന്റെ പരിഗണനയിലാണോ, അതല്ല ഇനി ശുദ്ധിയാക്കിയിട്ട് നിസ്കരിക്കണോ? അതുപോലെ റമദാൻ മാസം നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ നാട്ടിലെ റമദാനാണല്ലോ, അപ്പൊ റമദാനിലെ നോമ്പ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ. ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് അത്രത്തോളം ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പൊ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈള് വന്നു ശുദ്ധിയായതിനു ശേഷം 15 ദിവസത്തിന്റെ മുമ്പ് രക്തം കണ്ടാൽ അത് രണ്ടാമത്തെ ഹൈളായി പരിഗണിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഈ 10 ദിവസത്തെ ശുദ്ധിയും മുമ്പുണ്ടായിരുന്ന ഹൈള് ഒരാഴ്ചയും അതിലേക്ക് ഞാൻ ഇത് കൂട്ടി ഹൈളായിട്ട് പരിഗണിക്കാനും കഴിയില്ല. കാരണം മുമ്പ് ഒരാഴ്ച ഹൈളുണ്ടായി, ആ ഒരാഴ്ചയും 10 ദിവസം കൂടി കൂട്ടുമ്പോ തന്നെ പരമാവധി ഹൈളിന്റെ 15 ദിവസത്തേക്കാൾ കൂടി വരുമല്ലോ. അപ്പൊ രണ്ടാമത് കാണുന്ന രക്തം അതിലേക്ക് കൂട്ടാനും കഴിയില്ല. അപ്പോ രണ്ടാമത് കണ്ട 10 ദിവസം കഴിഞ്ഞതിന് ശേഷം കണ്ട രക്തം ഹൈളല്ല, അതെന്തോ ക്രമം തെറ്റി വരുന്ന രോഗസംബന്ധമായ രക്തമായത് കൊണ്ട് നിസ്കരിക്കണം, റമദാൻ മാസമാണെങ്കിൽ നോമ്പെടുക്കണം, ഒക്കെ ചെയ്യണം. അപ്പോ നിത്യശുദ്ധിയായിട്ട് കൂട്ടും. നിത്യശുദ്ധി ആവുമ്പോ അതിന്റെ കണക്ക് നോമ്പിൻ നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് കഴുകി വൃത്തിയാക്കി പഞ്ഞി പോലത്തെ വെച്ച് പുറത്തേക്ക് രക്തം വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് കെട്ടി ഉദു എടുത്ത് വേഗത്തിൽ നിസ്കരിക്കുക. നോമ്പ് നോൽക്കുന്നതിന് തകരാറില്ല, നോമ്പ് അതോടുകൂടി നോൽക്കാം. പക്ഷെ നോമ്പുള്ള സമയത്ത് ഉദു ചെയ്ത് ഇന്നതിന് മുമ്പ് കഴുകിയിട്ട് പഞ്ഞി പോലുള്ളത് ഗുഹ്യഭാഗത്തിന്റെ അകത്ത് വെക്കാൻ പാടില്ല. പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് രക്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുകയല്ലാതെ അകത്തേക്ക് പഞ്ഞി പോലെയുള്ളത് വെക്കാൻ പാടില്ല. കാരണം നോമ്പിനെ ദോഷമായി ബാധിക്കും. ഏതായാലും അവര് നോമ്പ് എടുക്കാം, നിസ്കരിക്കണം, ഒക്കെ വേണം. കാരണം 15 ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയ 2 ഹൈളിന്റെ ഇടയിലുള്ള ശുദ്ധി. ആ 15 ദിവസം തികയാതെ വന്നാൽ രണ്ടാമത്തത് ഒരു പക്ഷെ ആദ്യത്തിന്റെ കൂടെ ഒന്നിച്ച് ഹൈളായി പരിഗണിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മൊത്തം കഴിഞ്ഞതൊക്കെ ഹൈളാണെന്ന് കൂട്ടാം. ഇത് പറഞ്ഞോടത്തതിന് നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോ രണ്ടാമത്തത് ഇസ്തിഹാദത്തിന്റെ വകുപ്പിൽ രോഗസംബന്ധമായ രക്തമാണെന്ന് വെച്ചിട്ട് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യാം. അതപ്പോ ആ രക്തം ഇനിയിപ്പം പിന്നെ ഇന്നു മുതലാണ് രക്തം കണ്ടത്, അത് ഇനി ഒരാഴ്ച തുടർന്നാൽ ഈ 15 ദിവസത്തെ ശുദ്ധിന്റെ കാലാവധി കഴിഞ്ഞിട്ട് അത് ഹൈദിന്റെ പരിഗണനയിൽ പെടുമോ? അതല്ല ഇത് മൊത്തത്തിൽ ഇനി രക്തം മുറിയുന്നത് വരെ ഇത് ഇസ്തിഹാദത്തിന്റെ വിധിയിൽ തന്നെയാണോ എന്നുള്ള ഒരു സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂടി അതൊരു നീണ്ട ഇടങ്ങേറ് പിടിച്ച വിഷയമാണ്. കൂടുതൽ നല്ലത് അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അടിയന്തരമായി പരിഹാരം കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലായോ? തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് തുടർന്ന് പോയാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളൊക്കെ വരാൻ ഇടയുണ്ട്. അതായത് തുടർച്ചയായിട്ട് നിൽക്കാതെ തുടർന്ന് പോവുകയാണ്, എന്നാൽ പിന്നെ ഹൈളിന്റെ പ്രത്യേക അടയാളമായി
നിറവ്യത്യാസമോ വാസന മാറ്റമോ കട്ടി വ്യത്യാസമോ വരുന്നുണ്ടോ എന്ന് നോക്കി അത് നിബന്ധന അനുസരിച്ച് 24 മണിക്കൂറിൽ കുറയാതെയും 15 ദിവസത്തിൽ കൂടാതെയും ഉണ്ടായി. അതല്ല അങ്ങനെ വേർതിരിവൊന്നും വ്യത്യാസമില്ലെങ്കിൽ മുൻ മാസങ്ങളിലൊക്കെ എന്ന് മുതൽ എന്ന് വരെയുള്ള എത്ര ദിവസമായിരുന്നു ഹൈളുണ്ടായിരുന്നത് അത്ര ദിവസം ആ സമയം ഹൈളാണെന്ന് വെച്ച് ബാക്കിയൊക്കെ ഇസ്തിഹാളത്താണെന്ന് വെച്ച് തുടങ്ങി നീണ്ട പരമ്പര വിഷയങ്ങൾ വരുന്നതാണ്. ഏതായാലും ക്രമം തെറ്റി കണ്ട ഈ രക്തത്തെക്കുറിച്ച് ഏറ്റവും നല്ലത് നീണ്ടുപോകാതെ പരിഹാരം തേടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് പരിഹാരം തേടുക, എന്നിട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക. അതിൻ്റെ ഇടക്ക് നീണ്ടുപോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പൊ അതിനെ പറ്റിയിട്ട് ഈ ഏത് പരിധിയിലാണെന്ന് നോക്കാൻ വേണ്ടി ഏതായാലും ശ്രദ്ധിക്കണം. രക്തത്തിന്റെ നിറവ്യത്യാസം സ്വഭാവ വ്യത്യാസം എന്നിവ പരിഗണിച്ച് അതിനനുസരിച്ച് പറയാൻ പറ്റും. അങ്ങനെ ഒന്നുമില്ല, ഒരേ ലൈനിലാണെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തൊട്ട് മുമ്പുണ്ടായിരുന്ന മാസത്തിൽ ഏത് മുതലാണോ ഹൈളുണ്ടായിരുന്നത് അത് എത്ര ദിവസം ഉണ്ടായിരുന്നോ ആ ദിവസങ്ങളിൽ അത്രയും ദിവസം ഹൈളാണെന്ന് വെച്ച് ബാക്കിയുള്ള ദിവസമൊക്കെ ഇസ്തിഹാളത്താണെന്ന് വെക്കേണ്ടി വരും. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഈ തറാവി നിസ്കാരത്തിൽ രണ്ടായിട്ട് നിയത്ത് വെക്കണോ അല്ല ഒരേ ഇതിൽ 20 റക്അത്ത് നിയത്ത് വെക്കണോ എന്നുള്ളതാണ് ചോദ്യം ഉസ്താദേ. പിന്നെ ഒരു ചോദ്യം കൂടി ആണ് ഉസ്താദേ, ഈ ഒരു സപ്പ് പൂർത്തിയാകുന്നില്ല, സ്റ്റൂള് വെച്ച് നിസ്കരിക്കുന്നവരുണ്ട്, അവർ മൂലയിൽ നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ സപ്പ് പൂർത്തിയാവാതെ ഒരു 4-5 പേർ വന്നാൽ മാത്രം പൂർത്തിയാവും. കുറച്ച് കഴിഞ്ഞിട്ടാണ് വരത്തുള്ളത്. അപ്പൊ ആദ്യം സപ്പിന്റെ മൂലയിൽ കുറിച്ച് ഇരുന്നിട്ട് നിസ്കരിച്ചെങ്ങനെ ജമാഅത്തിന്റെ കൂലി കിട്ടുമെന്നില്ല സാർ. തറാവീഹ് നിസ്കരിക്കുമ്പം എല്ലാ 2 റക്അത്തിലും വേറെ വേറെ നിയ്യത്ത് വെക്കണം. ഒന്നായിട്ട് 20 റക്അത്തിന് നിയ്യത്ത് വെച്ചാൽ പോരാ. കാരണം ഒരിക്ക നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നതോടുകൂടി അത് കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കുമ്പോൾ വേറെ നിയ്യത്ത് വെച്ച് നിസ്കരിക്കണം. ഓരോന്നും പ്രത്യേകം 2 റക്അത്തായി സലാം വീട്ടുമ്പോൾ ഓരോ സലാം വീട്ടുമ്പോഴും അത് കഴിഞ്ഞല്ലോ. അപ്പൊ രണ്ടാമത്തെ നിസ്കാരത്തിന് വേറെ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കുറെ ചെല്ലി പറയാന്നല്ല, നിങ്ങളെ മനസ്സുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എല്ലാരും സൊഫ് ഒന്ന് തന്നെ. അത് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അള്ളാഹു തആല തന്നിട്ട് ചെല്ലാം. അള്ളാഹു തആല മരണം വരെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും തരാതെ അള്ളാഹു തആല ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും സൊഫിന്റെ ആദാബ് ഇമാമിന്റെ നേരെ ബേക്കിൽ നിന്ന് തുടങ്ങി രണ്ടാമത്തെ ആള് വലത്തോർത്ത്, മൂന്നാമത്തെ ആൾ അടുത്തോർത്ത്, നാലാമത്തെ ആള് വലത്തോർത്ത്, അഞ്ചാമത്തെ ആൾ അടുത്തോർത്ത്, അങ്ങനെ നിന്ന് സൊഫ് പൂർത്തിയാക്കലാണ് സുന്നത്തായ രീതി. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ചല്ല, സക്കാത്തിനെ സംബന്ധിച്ചാണ് ഒരു ചെറിയ സംശയം. മകളെ കല്യാണം കഴിച്ച മക്കളുടെ ഭർത്താക്കന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ വീടുമോ? അസ്സലാമു അലൈക്കും. അവര് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട 8 വിഭാഗത്തിൽ പെടുമെങ്കിൽ അവർക്ക് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. മകളെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമാവുന്ന കുടുംബാംഗങ്ങളുടെ പട്ടികയിൽ വരില്ല. അതുകൊണ്ട് മകളെ വിവാഹം കഴിച്ച ഭർത്താവിന് സക്കാത്ത് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഫക്കീർ, മിസ്കീന് തുടങ്ങിയ 8 വിഭാഗത്തിൽ പെട്ട ഏതെങ്കിലും ഒരു അർഹത ഉള്ള ആളായിരിക്കണം എന്ന നിബന്ധന ഉണ്ട്. അല്ലാതെ മക്കളെ കല്യാണം കഴിച്ച ആളാണെന്നത് കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ഏതായാലും ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ ചോദിച്ച സ്ത്രീക്ക് വേണ്ടി തന്നെയാണ്. ഒരു മുദ്ദ് എന്നാൽ ഗ്രാമാടിസ്ഥാനത്തിൽ എത്രയാണ് ഉസ്താദ്? അതുപോലെ മുദ്ദ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്?
ആ സ്ത്രീക്ക് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുദ്ദ് 800 മില്ലി ലിറ്റർ അളവ്, അതേ കൃത്യം പറയാൻ പറ്റുള്ളൂ. 800 മില്ലി ലിറ്ററിന് എത്ര ഗ്രാം തൂക്കം ഉണ്ടാവുമോ അത് അളവാണ് ഇസ്ലാം ശരീഅത്തിൽ കണക്ക്. തൂക്കം കണക്കല്ല. തന്നെയല്ല, തൂക്കം പറഞ്ഞാൽ ചിലപ്പോൾ അളവ് കൂടും, ചിലപ്പോൾ അളവ് കുറയും. അപ്പൊ 800 മില്ലി ലിറ്റർ 10 മുദ്ദ് എന്ന് പറഞ്ഞാൽ 8 ലിറ്റർ എന്നർത്ഥം. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതാണ്. പിന്നെ അത് കൊടുക്കേണ്ടത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കീന്മാരിൽ പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. ഫക്കീർ മിസ്കീന് എന്നിങ്ങനെയുള്ള സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്കാണ് ഈ മുദ്ദ് കൊടുക്കേണ്ടത്. അസ്സലാമു അലൈക്കും. സംശയം, ഇപ്പൊ സക്കാത്ത് നമ്മുടെ ചെലവിൽ തന്നെ ഉള്ള ഉമ്മാക്കും ബാപ്പാക്കും കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ചെലവിലുള്ളത്, എന്നാൽ നമ്മുടെ മുതലിലെ സക്കാത്ത് ആ ഉമ്മാക്കും ബാപ്പാക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഉമ്മാക്കും ബാപ്പാക്കും സ്വന്തമായി കഴിവില്ലെങ്കിൽ അവർക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് മക്കളായ നമ്മുടെ മേൽ. അപ്പൊ നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മുടെ ഭാര്യ, അതുപോലെ തന്നെ പ്രായപൂർത്തി എത്താത്തവരും കഴിവില്ലാത്തവരുമായ നമ്മുടെ മക്കൾ, കഴിവില്ലാത്ത നമ്മുടെ ഉമ്മ വാപ്പമാർ എന്നിവർക്ക് ചെലവിന് കൊടുക്കൽ നമ്മുടെ മേൽ ഫർളാണ്. നാം ചെലവ് കൊടുക്കൽ ഫർളായ ആളുകൾക്ക് നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളതല്ല. ഫിത്ർ സക്കാത്തും കൊടുക്കാൻ പറ്റൂല, മുതലിന്റെ സക്കാത്തും കൊടുക്കാൻ പറ്റൂല. നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്തവർക്കാണ് കൊടുക്കേണ്ടത്. അത് കുടുംബക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. ഉദാഹരണം, ജ്യേഷ്ഠന് കൊടുക്കുക, അനുജന് കൊടുക്കുക, എളാപ്പ മൂത്താപ്പാർക്ക് കൊടുക്കുക, അമ്മാവന്മാർക്ക് കൊടുക്കുക, നമ്മുടെ പെങ്ങന്മാരെ കല്യാണം കഴിച്ച അളിയന്മാർക്ക് കൊടുക്കുക, നമ്മുടെ ഭാര്യയുടെ ആങ്ങളമാർക്ക് കൊടുക്കുക. അതിനൊന്നും കുഴപ്പമില്ല. അവരൊന്നും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരല്ല. അതേസമയത്ത് ഉമ്മയും ബാപ്പയും അതുപോലെ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും അവർക്ക് നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരാ. അവർക്ക് നമ്മുടെ സക്കാത്ത് മുതലിന്റെ സക്കാത്തും കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തും കൊടുക്കാൻ പാടില്ല. അഥവാ കൊടുത്താൽ നമ്മുടെ സക്കാത്ത് വിടൂല. അതെ, പ്രായപൂർത്തിയായ മക്കൾക്ക് ചെലവ് കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഗ്രാൻഡ് 100 മൈക്ക് എടുക്കണില്ല, അതുകൊണ്ടാണ് ഞാൻ മൈക്കിൽ വന്നത്. ഉസ്താദെ, ഞാനൊരു PM-ൽ വന്ന ചോദ്യമാണ്. നാട്ടിൽ നോമ്പ് തുടങ്ങിയാല് പിന്നെ സ്ത്രീകളായിട്ടും കുട്ടികളായിട്ടും അതുപോലെ പുരുഷന്മാരെല്ലാരും വീടുകളിലൊക്കെ വന്നിട്ട് പിന്നെ സക്കാത്തിന്റെ പൈസക്കും വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് സക്കാത്ത് കൊടുത്താൽ നമ്മുടെ കടമ തീരും എന്നുള്ളതാണ് PM-ൽ വന്നൊരു ചോദ്യമാണ്. അത് ഏത് നിബന്ധന വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്? അതുപോലെ വരുന്ന ആളുകളെ നിങ്ങൾ സക്കാത്തിന് അർഹരാണോ അല്ലേ എന്നുള്ളത് ചോദിച്ചിട്ട് മടക്കി വിടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു ചോദ്യം കൂടി ഉണ്ട്, അത് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സക്കാത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് വളരെ വലിയ ഉത്തരവാദിത്വമുള്ള നിർബന്ധമായ ഒരു കടമയാണ്. അത് വീടി എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾ ആരൊക്കെ എന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെടാൻ ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തി മനസ്സിലാക്കി ഉറപ്പുവരുത്തി അത്തരക്കാരായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. കേറി വരുന്നവർക്കൊക്കെ സക്കാത്ത് കൊടുത്താല് അവര് ഈ 8 വിഭാഗത്തിൽപ്പെട്ടവരാണോ അല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് കുറെ സുനാമികൾ വരാണ്ട് റമദാൻ മാസായ ഒക്കെ ബുർക്കയിട്ടിട്ട് അല്ലെങ്കിൽ തൊപ്പിയും മൂലാര് കുപ്പായും ഇട്ട്
ഇങ്ങനെ വരും. അതിൽ കാഫറും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. കള്ളുടിയന്മാരുണ്ട്, അല്ലാത്തതുണ്ട്. ലക്ഷപ്രഭുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും കയ്യന സദക്ക കൊടുത്തോളി, അതിന് കുഴപ്പമൊന്നുമില്ല. സക്കാത്ത് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റൂല. മറിച്ച് ഈ സക്കാത്ത് വാങ്ങുന്ന വ്യക്തി അത് വാങ്ങാൻ അർഹതപ്പെട്ടവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഏത് നാട്ടുകാരാണോ നമ്മൾ, ആ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചൊക്കെ അറിയും, ബാക്കി നമ്മൾ അന്വേഷിച്ച് അറിയണം. നമ്മളെ ഫർളായ കടമയാണ്. എന്നിട്ട് ഫക്കീർ ആരാണ്, മിസ്കീൻ ആരാണ്, കടം കൊണ്ട് വിഷമിക്കുന്നവരാരാണ്, അതുപോലെ തന്നെ യാത്രക്ക് ആവശ്യമായ ഹലാലായ യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ യാത്രക്ക് വേണ്ട സാമ്പത്തിക കഴിവില്ലാതെ വിഷമിക്കുന്നവരാരുണ്ട്, ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് നേരെ സക്കാത്ത് എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവർ വന്നാൽ കൊടുക്കണതിനും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഈ വരുന്നവർക്കൊക്കെ എടുത്തു കൊടുത്ത് സദക്കയാവും, സക്കാത്താവൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വിഷയവുമായി സംബന്ധമായിട്ടുള്ള ചോദ്യമല്ല, എന്നാലും നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ വസ്ത്രമോ, ഉണങ്ങിയതായിട്ടുള്ള നമ്മുടെ ശരീരമോ നമ്മുടെ വസ്ത്രമോ ഒരു നായയുടെ ശരീരത്തിൽ അത് ഉണങ്ങിയ, അത് നനവില്ലാത്ത ഒരു ഭാഗത്ത്, നായയുടെ ഒരു ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ അത് നജസായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെ നമസ്കരിക്കുന്നതിനോട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതിനോട് ചേർന്നൊരു ചോദ്യം കൂടിയുണ്ട്, നമുക്ക് വീട്ടുകാവലിനായിട്ടൊരു നായനെ വളർത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അസ്സലാമു അലൈക്കും. രണ്ടും നനവില്ലെങ്കിൽ അത് തൊട്ടുകൊണ്ട് നജസാവൂല, നിസ്കരിക്കണേന് കുഴപ്പമില്ല. ഒന്നിരിക്കൽ ഈ നമ്മുടെ തൊട്ട ശരീര അല്ലെങ്കിൽ വസ്ത്രം, ആ രണ്ടാല് നനവില്ല. നായയുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ച ഭാഗത്തും നനവില്ലെങ്കിൽ അതുകൊണ്ട് ഈ സ്പർശിച്ച നമ്മുടെ ശരീരമായാലും വസ്ത്രമായാലും നജസാവൂല, അതോടുകൂടി നിസ്കരിക്കുന്നതിന് തടസ്സവുമില്ല. രണ്ടാലൊന്ന് നനവുണ്ടെങ്കിലാണ് നജസായ. അതേ സമയത്ത് ഇതിന്റെ തലയിട്ടാൽ എന്തായാലും നജസാവും. കാരണം എന്താ വെച്ചാൽ അതിന്റെ മൂക്കും വായും എപ്പോഴും നനവുണ്ടാവും. അതല്ലാത്ത ഭാഗങ്ങൾ നനഞ്ഞണമെങ്കിൽ തന്നെ ഉള്ളൂ. അപ്പോ രണ്ടിനും നനവില്ലാത്ത അവസ്ഥയിൽ തൊട്ടാൽ ഈ വസ്തു അല്ലെങ്കിൽ ഈ സ്ഥലം നജസാവൂല, അതോടുകൂടി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. വീട്ടുകാവലിന്, വിള കാക്കാന്, കാലിമേക്കാന്, വേട്ടയാടാന് പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നായയെ പോറ്റൽ ഹലാലാണ്. എന്നാലും വീട്ടിന്റെ അല്പം വിട്ട് മുറ്റത്തോ അതല്ലെങ്കിൽ മുറ്റത്തിന്റെ അതിർത്തിയിലോ ഒക്കെ കൂടാക്കി വീടുമായി അല്പം അകറ്റി നിർത്തുന്നത് ഏതായാലും ഉത്തമമാണ്. വീട്ടിന്റെ ഉള്ളിൽ മനുഷ്യർ ഇടപഴകുന്ന സ്ഥലത്ത് അകത്ത് കയറി ഇടപഴകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വീട്ടിൽ നിന്ന് അല്പം വിട്ട് കൂട് ഉണ്ടാക്കുകയും ചെയ്യലാണ് ഉത്തമം. ഇങ്ങനെയുള്ള കാവല്, കൃഷി കാവല് അല്ലെങ്കിൽ വീട് കാവല്, മൃഗത്തെ നോക്കല്, അതല്ലെങ്കിൽ വേട്ടയാടൽ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ അന്തസ്സിന് വേണ്ടി അല്ലെങ്കിൽ നേരം പോക്കിന് വേണ്ടി നായയെ പോറ്റൽ അനുവദനീയമല്ല. അങ്ങനെ പോറ്റിയാൽ നമ്മുടെ ഇബാദത്തിന്റെ പ്രതിഫലം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എന്താന്ന് എനിക്കറിയില്ല. ഇത് ഞാനൊരു സംശയം ചോദിക്കാൻ തന്നെയായിരുന്നു. പിന്നെ ജുമാ നിർബന്ധമില്ലാത്ത 5 കൂട്ടരെയാണല്ലോ എണ്ണീറ്റതായിട്ട് പഠിച്ചതായിട്ട് ഓർക്കുന്നത്. ഇവരിൽ ഈ കഅബത്തും ഹറമിലും അതുപോലെ തന്നെ അറബ്യൻ രാജ്യങ്ങളിലുള്ള ചില എയർപോർട്ടുകളിലും അറബികൾ ജുമാക്ക് പോകുന്നതായിട്ട് കാണില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരായ അല്ലെങ്കിൽ എമിഗ്രേഷൻ ഇതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജുമാക്ക് പോകുന്നത് കാണുന്നില്ല. ഇതിന് ഏതെങ്കിലും മദ്ഹബിൽ ഇങ്ങനെ ഒരു ഇളവ് അവർക്ക് നൽകിയിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും. ജോലി കൊണ്ട് ജുമാ ഒഴിവാകുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പാവപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു, ആ സമയത്ത്
ജുമാ ഫർദുള്ള സ്ഥലത്താണെങ്കിൽ എയർപോർട്ടുകളിലൊന്നും അല്ലെങ്കിലും ജുമാ ഫർദില്ല ആർക്കും. മനസ്സിലായില്ലേ? ജോലി സംബന്ധമായിട്ടാവൂല, അവിടെ ശർഈയായ ജുമാ നടക്കാത്തത് കൊണ്ടായിരിക്കാം പോകാത്തത്. ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് മാത്രമല്ല. ഉദാഹരണം, ഒരു മഹല്ലത്തിൽ സ്ഥിരതാമസക്കാരായ 40 ആളുകൾ ഉണ്ടെങ്കിലേ ജുമാ ഫർദാവൂ എന്നതാണല്ലോ ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം. ഹംബലി മദ്ഹബിലും അങ്ങനെ തന്നെ 40ഉം ഇമാമും 41 ആള് അല്ലെങ്കിൽ 50 ആള് സ്ഥിരതാമസക്കാരുണ്ടെങ്കിലേ ജുമാ സഹിയാവൂ എന്നാണ് ഹംബലി മദ്ഹബും. എയർപോർട്ടുകളിൽ എവിടെയും സ്ഥിരതാമസക്കാരുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എയർപോർട്ട് വില്ലേജ് വിട്ടിട്ട് പുറമെയാണ് താമസവും ജുമയൊക്കെ ഉണ്ടാകുക. അപ്പൊ അവിടെ നടക്കുന്നത് ജമാഅത്ത് നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ജുമ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവർക്ക് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ പരിസരങ്ങളിലൊന്നും ജുമ ഇല്ലാത്തത് കൊണ്ട് ഒരു ജുമക്ക് പോകാത്തതായിരിക്കാം. അല്ലാതെ ജുമാന്റെ ഉദറായിട്ട് അത് കണ്ടിട്ടില്ല. ആ സമയത്ത് അതിന്റെ അടുത്ത് പരിസരത്ത് ഫർദായ ജുമ നടക്കുന്നുണ്ടെങ്കിൽ ആ ജുമയിൽ പങ്കെടുക്കണം. അതില്ലാത്തത് കൊണ്ട് ഒരു ദൂരസ്കരിക്കുന്നുണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കാം. അപ്പൊ മസ്ജിദുൽ ഹറമില് പോലീസുകാര് ജുമാന്റെ സമയത്ത് ഇങ്ങനെ ലാത്തുന്നത് കാണാലോ, അവർക്ക് ജുമാ നിർബന്ധമല്ലേ? അസ്സലാമു അലൈക്കും. കാര്യമുള്ള എന്തെങ്കിലും ചോദിച്ചു കണ്ട് സമയമില്ല. ഇവിടെ അസറാൻ കൊടുക്കാനായിന്. നിങ്ങളും ഞാനും ഏതായാലും അറമിലെ പോലീസ് അല്ലല്ലോ. ഈ ശ്രോതാക്കളിലും ആരും അറമില് പോലീസില്ല. ഓല മദ്ഹബ് അനുസരിച്ച് ഓല ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് ഓല് ഫർദ് ദൂരസ്കരിക്കുക ജുമസ്കരിക്കുക എന്തോ ചെയ്തോട്ടെ. ഞമ്മക്കിപ്പോ ആ ജോലി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പൊ ജോലി ഇല്ലെങ്കിലും അത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചാലുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ മൊത്തം വരുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഇത് കേൾക്കുന്ന പോലൊക്കെ അജ്നബികളെ അമ്മയുടെ കാഴ്ചയില്. അപ്പൊ നമുക്ക് ഏതായാലും മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലും പോലീസ് ഉദ്യോഗം കിട്ടൂല. മനസ്സിലായില്ലേ? അത് കിട്ടിയോലെ ഓല അതിനെ പറ്റിയിട്ട് മസല ചോദിച്ചിട്ട് ഓല പോലെ ചെയ്തോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, പിന്നെ ഫുജൈറയില് അൽഹൈൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അവിടുത്തെ അറബികളായിട്ട് ആരും ഉണ്ടാവില്ല, അവിടെ നാട്ടുകാരായിട്ട് ആരും പള്ളിയിൽ ജുമാക്ക് ഉണ്ടാവാറില്ല. അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒക്കെ വിദേശികളാണ്, നമ്മളെ നാട്ടുകാരാണുള്ളത്. അപ്പം ആ നാട്ടുകാരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജുമാന്റെ വിധി എന്താണ്? ഒരു കുട്ടിയുമില്ല. പിന്നെ ടൗണിലുണ്ട്, ടൗണിലൊന്നും പോകാൻ ഇവർക്കൊന്നും പോകാൻ പറ്റുകയില്ല, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ആ വിധി, അതിന്റെ ഹുക്കം എങ്ങനെയാണെന്ന് സവറാണ്. ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് അവിടെ ളുഹ്ർ നിസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഗവൺമെന്റിന്റെ അനുവാദമുണ്ടെങ്കിൽ, ഔഖാഫിന്റെ അനുവാദമുണ്ടെങ്കിൽ, അതൊരു ടൗണുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണെങ്കിൽ ജുമാ നടത്താം. അങ്ങനെ ജുമാ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടി നിസ്കരിക്കുന്നതിന് തെറ്റില്ലെങ്കിൽ പോലും ളുഹ്ർ മടക്കി നിസ്കരിക്കൽ ആവശ്യമാണ്. ഒരു പക്ഷേ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഗവൺമെന്റിന്റെ ഔഖാഫിന്റെ അനുമതിയോട് കൂടി പട്ടണവുമായി ബന്ധപ്പെട്ട സ്ഥലമാണെങ്കിൽ ജുമാ നടത്താം. ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് ആ മദ്ഹബ് അനുസരിച്ച് നമുക്കും വേണമെങ്കിൽ ജുമാ നിസ്കരിക്കാം. സൂക്ഷ്മത അവിടെ ളുഹ്ർ നിസ്കരിക്കലാണ്. മുവാത്തിനീങ്ങളായ നിശ്ചിത എണ്ണം ആളുകൾ ഇല്ലാതെ പുറമക്കാര് വന്ന് മുഖീമീങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജുമാ നടത്തൽ സഹീഹ് അല്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. ഇനി പറ്റും എന്ന മദ്ഹബ് അനുസരിച്ച് നടത്തുന്നുണ്ടെങ്കിൽ ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിൽ പങ്കെടുത്ത് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചാലും സൂക്ഷ്മത ളുഹ്ർ മടക്കി നിസ്കരിക്കൽ തന്നെയാണ്. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഒരു മഹല്ലില് പ്രശ്നമായി, അങ്ങനെ രണ്ട് വിഭാഗം ജുമാ നടത്താൻ തീരുമാനിച്ചു. ഒരു കൂട്ടർ ആദ്യം നടത്തുക, അത് കഴിഞ്ഞിട്ട് പിന്നെ സൗകര്യം പോലെ അസറിന്റെ സമയമാകുന്നതിന്റെ മുമ്പായിട്ട് മറ്റേ കൂട്ടർ നടത്തുക എന്ന് തീരുമാനിച്ചിട്ട് ഒരു പള്ളിയിൽ രണ്ട് ജുമാ നടത്താൻ പറ്റുമോ?
അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ജുമാ സഹിയാവുക, അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നാൽ. അസ്സലാമു അലൈക്കും. നാട്ടുകാർ നല്ല ലോക്യത്തിലാണല്ലോ. ആ ലോക്യത്തിലാണെങ്കിൽ പിന്നെ ഒരു ജുമാ നടത്തിയാ പോരെ. ആദ്യം ഞങ്ങൾ നടത്താ, ഞങ്ങൾ കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ നടത്തിക്കോളി എന്ന് പറയുന്നത് നല്ല നാട്ടുകാരാണല്ലോ, ഒരു കച്ചറയില്ലല്ലോ. അപ്പൊ ഇവര് പറയാ അല്ലല്ലോ, ആദ്യം ഞങ്ങൾ നടത്താം, ഞങ്ങൾ നടത്തി കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ നടത്തിക്കോളി എന്ന് പറഞ്ഞാൽ അത് പറ്റൂല, അത് പറ്റൂല. അപ്പൊ കച്ചറയായി ചെയ്തല്ലോ. കച്ചറയാ പിന്നെ അപ്പൊ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കാം. കച്ചറയില്ലെങ്കിൽ ഒന്ന് തന്നെ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും ഉസ്താദെ, ഒരു ചെറിയ സംശയം. നമ്മൾ കല്യാണം കഴിച്ച അയച്ച പെൺകുട്ടികൾക്ക് ജക്കാത്ത് വാങ്ങാൻ അർഹരാണെങ്കിൽ അവർക്ക് നമ്മളെ ജക്കാത്ത് കൊടുത്താൽ വീടുമോ? എങ്ങനെയൊക്കെ ഇപ്പൊ ഈ കുട്ടി ഈ കെട്ടിച്ചയച്ച കുട്ടി സക്കാത്തിന് അർഹരായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. അവര് ഹലാലായ വല്ല ആവശ്യത്തിനു വേണ്ടി കടം വാങ്ങി, ആ കടം വാങ്ങിയത് വീട്ടാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കടം വീട്ടാൻ വേണ്ടിയിട്ടുള്ള വാരിമീന എന്ന വകുപ്പിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ല, അവര് ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ യാത്ര പോകാൻ ആവശ്യമായ യാത്ര ചെലവിലേക്ക് കഴിവില്ലാത്ത സാഹചര്യമാണെങ്കിൽ അത് സക്കാത്തിൽ നിന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഫക്കീർ മിസ്കീന് എന്ന നിലക്ക് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിന് സക്കാത്ത് കൊടുക്കാൻ വകുപ്പ് ഇല്ല. കാരണം ഫക്കീർ മിസ്കീന് എന്ന് പറഞ്ഞാൽ നിത്യച്ചെലവുമായി ബന്ധപ്പെട്ട കഴിവുകേടാണ്. അതിന് നിത്യച്ചെലവ് പൂർണ്ണമായിട്ടും വഹിക്കേണ്ടത് ഭർത്താവാണല്ലോ. ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവൾ ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവൾക്ക് പിന്നെ ഫക്കീർ മിസ്കീന് എന്ന രണ്ട് വകുപ്പ് വരൂല. ആ നിലക്ക് അവൾക്ക് കൊടുക്കാനൊട്ട് പറ്റൂല. അതല്ലാതെ 8 വിഭാഗത്തിൽപ്പെട്ട മറ്റു വല്ല വകുപ്പിലും പെട്ട കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതറിഞ്ഞാൽ ആ വകുപ്പിൽ കൊടുക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ സമയമില്ല. ബാങ്ക് കൊടുക്കുന്ന കേൾക്കണില്ലേ? നിങ്ങളെ നീന്ന് തന്നെ ബൈക്കിന്റെ ഇടയിൽ നിന്ന് തന്നെ ബാക്കിന്റെ ശബ്ദം കേൾക്കുന്നു. ബടിയുണ്ട് ബാങ്ക് കൊടുക്കണ്. അതുകൊണ്ട് ഇപ്പോൾ ഇനി തുടരാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ 1 മണി മുതൽ 2:30 വരെ ആയിരിക്കും നാളത്തെ ക്ലാസ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർക്കൊക്കെ നാളെ വരാ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.